സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ട് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയായിരുന്നു വേടൻ്റെ വിഷയം. അപ്പോൾ ഞാൻ അതിൽ ഇന്നൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. ആ യുവ ഡോക്ടറാണെന്നാണ് തോന്നുന്നത്. ആ പുള്ളിക്കാരിയുടെ കാര്യങ്ങളെപ്പറ്റി ആ സംസാര വിഷയങ്ങളിലെല്ലാം കൂടുതലും പുള്ളിക്കാരിയെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അത് യുവ ഡോക്ടർ തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ അവർ വന്നിരുന്നിട്ട് പറയുന്നത് ഈ വേടനുമായിട്ടുണ്ടായിരുന്ന ബന്ധം അത് എനിക്കങ്ങനെ മോശമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ വേടനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വേടൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് വേടൻ സംസാരിച്ചു. പിന്നീട് അതിനുശേഷം വേടൻ ഫ്ലാറ്റിലേക്ക് വന്നു. അതിനുശേഷം വേടൻ്റെ റാപ്പ് കേൾപ്പിക്കാം, അകത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചകത്ത് കൊണ്ടുപോയതിന് ശേഷം ബലാത്കാരമായി ചുംബിച്ചു എന്നൊക്കെയാണ് ഈ യുവതി പറയുന്നത്. അപ്പോഴൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറഞ്ഞു വരുന്നുണ്ട്. പിന്നീട് എപ്പോഴാണ് പ്രശ്നമായെന്ന് വെച്ചാൽ വേടൻ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വളർന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ വേടൻ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഉയർന്നപ്പോൾ അത് ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടായി. കാരണം പണത്തിനെല്ലാം വേടന് നല്ല രീതിയിൽ പണം ഉണ്ടായി. അപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ തന്നെ മോശമായിട്ട് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ കൊടുത്തൊരു പരാതിയാണ് ഇതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോയിലൊക്കെ പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വേടൻ ഒളിവിൽ പോയി എന്ന് പറയാം. നമുക്കൊരാൾ ഒളിവിൽ പോയി എന്ന് രണ്ട് തരത്തിൽ പറയാം അല്ലേ. ഒരു കുറ്റം ചെയ്തിട്ട് ഒളിവിൽ പോയെന്നും പറയാം, കുറ്റം ചെയ്യാതെ തന്നെ ഒളിവിൽ പോയി സ്വയരക്ഷാർത്ഥം ഒളിവിൽ പോയെന്നും പറയാം. അതിന് ഞാൻ അങ്ങനെ പറഞ്ഞൊരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് പലരും കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേടൻ നിൻ്റെ വീട്ടിലെ ആളുകളും പെണ്ണുങ്ങളും ഈ പറയുന്ന ചേട്ടൻ്റെ തുണി ഊരിയുള്ള പരിപാടി കാണാൻ പോവാടാന്ന് ചോദിച്ചിട്ടുള്ള മക്കൾക്ക് ഞാൻ അതിൽ തന്നെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിൻ്റെ തന്തയും തള്ള ഇതുപോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ആണെന്ന് പറയരുത് മോനെ. നിനക്കും നിൻ്റെ ആളുകൾക്കും വേടൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വരുത്തി തീർക്കാൻ ആഗ്രഹമെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തളർത്താനാണ് അല്ലെങ്കിൽ തകർക്കാനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ കൂടെ ചേർത്ത് നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇങ്ങനത്തെ ഊള കമൻറ്റുകളൊക്കെ വന്നിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. നിൻ്റെയൊക്കെ സംസ്കാരം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് വേറെ പ്രശ്നമൊന്നുമില്ല. കമൻറ്റ് എല്ലാവർക്കും ഇടാനുള്ളത് തന്നെയാണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതും പറയുകയാണ്. പക്ഷേ ഇതിൽ വെള്ള പൂശാനായിട്ട് വരുന്ന ആളുകളുടെ ഞാൻ പലപ്പോഴും പല ചാനലുകളിലും കണ്ടിട്ടുണ്ട്. ഈ വേടൻ്റെ ഈ ഇൻ്റർവ്യൂ നടന്നിരിക്കുക, അല്ലെങ്കിൽ ഈ സ്ത്രീയുമായിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നിരിക്കുന്ന ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വേടനെതിരെ സംസാരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലം ഇടുന്ന കമൻറ്റുകൾ പല ആളുകളുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ വേടനെ കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ച് കണ്ടെത്തിയ കുറച്ച് മാർഗ്ഗങ്ങളെന്ന് പറയുന്ന ആദ്യത്തെ മാർഗ്ഗം ഏതാണ്? കഞ്ചാവ്. അത് ഒരാളുടെ കൈവശം ഇരുന്നിരുന്നാൽ വലിയ രീതിയിലുള്ള കുറ്റം ഉണ്ടാവാത്തൊരു കേസ് ആയതുകൊണ്ട് അതങ്ങനെ തള്ളിപ്പോകുന്ന അറിയാവുന്നതുകൊണ്ട് നമ്മുടെ നിയമപാലകർ കണ്ടുപിടിച്ച അടുത്ത വഴി എന്താണ്? കഞ്ചാവ് കേസ് കഴിഞ്ഞിട്ട് പുലിപ്പല്ല്. അതാകുമ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് നല്ല ബോൾഡായിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു കേസാണല്ലേ. അതും കഴിഞ്ഞിട്ട് അതിലും വേടന് കിട്ടിയ വഴികൾ, അതിൻ്റെ സോഴ്സ് എല്ലാം വേടൻ പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ നോക്കിയൊരു വഴി, അത് വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ആയുധശേഖരം കണ്ടെത്തിയെന്ന്. വീട്ടിലെ പച്ചക്കറി അരിയാനായിട്ട് വെച്ചിരിക്കുന്ന കത്തിയാണ് പറയുന്ന ആയുധശേഖരം. അത് മടപടലം മുഞ്ചിയപ്പോൾ കണ്ടെത്തിയ പിന്നെ കുറേ പേരുടെ ഈ അഖിൽമാരെ പോലെയുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള തന്തയില്ലായ്മ പറയുന്ന ആളുകൾക്ക് അവർക്ക് ഉള്ളൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേടന് മുൻപുണ്ടായിരുന്ന ഒരു മീറ്റു ആരോപണ കേസുണ്ടല്ലോ, അതങ്ങ് കുത്തിപ്പൊക്കി. എന്നിട്ടും എങ്ങും എത്തിയില്ല വേടൻ. എന്നിട്ടും നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ നല്ലൊരു ജനസമ്മതിദായകനെ പോലെ, അല്ലെങ്കിൽ ജനങ്ങൾ ആരാധിക്കപ്പെടുന്നൊരു വ്യക്തിയായിട്ട് തന്നെ വളർന്നു വന്നപ്പോൾ എങ്ങനെയെങ്കിലും വേടനെ കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വേടനെ പിടിച്ചൊരു ട്രാപ്പിലിടണമെന്നുള്ള ആഗ്രഹത്തോട് കുറേ ആളുകൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരുപാട് വഴികളിൽ കൂടി യാത്ര ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഒരാളാണ് ഈ യുവ ഡോക്ടർ എന്ന് പറയുന്നത്. അത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ആ സ്ത്രീയെ കടന്നു പിടിക്കുകയോ അല്ലെങ്കിൽ ബലാത്കാരമായി പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വേടൻ പറഞ്ഞിട്ടുണ്ട്. വേടൻ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറയാറുണ്ടല്ലേ. ഒരു കാര്യവും വേടൻ ഇല്ല എന്ന് പറയാറില്ല. അത്രയും ജനങ്ങൾ ആരാധിക്കപ്പെടുന്ന, ഇത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചിട്ടുള്ള പരിപാടികളെല്ലാം തുറന്നു പറയാൻ അയാൾക്ക് ഒരു മടിയുമില്ല. അയാൾ അത് പറയുകയും ചെയ്തു. ഈ ഒരു വിഷയത്തിലും വേടൻ തുറന്നു പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, പക്ഷേ അത് പൂർണ്ണ സമ്മതത്തോടു കൂടി, രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി മാത്രമായിരുന്നു, അല്ലാതെ എൻ്റെ മാത്രം സമ്മതത്തോടു കൂടി ആയിരുന്നില്ല എന്ന് വേടൻ പറഞ്ഞു. പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഈ പെൺകുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും നിയമപരമായിട്ട് ഞാൻ നേരിടുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വേടൻ ഒളിവിലേക്ക് പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയിരിക്കുന്നതോടെ ഞാൻ പറയാം. വേടൻ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകി. ആ ജാമ്യാപേക്ഷ സർക്കാരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ അത് പ്രൊസീഡ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അതുവരെ വേടൻ ഒരു സാവകാശം വേണം. അല്ലാതെ ഇപ്പോൾ വേടൻ വന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വേടനെ കൊടുക്കാൻ ഏതൊക്കെ വഴികൾ കണ്ടെത്താമോ അതിൽ ഓരോ വഴികളും നമ്മുടെ പോലീസും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയും കണ്ടെത്തും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കറിയാം ഈ മീ ടു ആരോപണ കേസ് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്,
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കോടതി അടക്കം നമ്മുടെ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും എടുത്ത് കൊട്ടിഘോഷിച്ചൊരു കാര്യമാണ്. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുക്കി വെച്ചെന്ന പേപ്പർ കോടതി അത് പുറത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴും അന്നേരമെല്ലാം ഒരു ഊർജം കാണിച്ച നമ്മുടെ സർക്കാരും അതിൽ സിനിമാ മേഖലയിലുള്ള മുന്തിയ ആളുകൾ വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും വലിയ രീതിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും കൂടെ നിന്നിട്ട് പോലും അതിലേതെങ്കിലും ഒരു സിനിമാ നടൻ്റെ പേര് പുറത്ത് വന്നിട്ടുണ്ടോ? നാളിതുവരെ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഏകദേശം 1 വർഷം ആവാൻ പോകുന്നു. ഏതെങ്കിലും ഒരു നടൻ, അത് ഏതെങ്കിലും പുതുമുഖമോ അല്ലെങ്കിൽ ഏതുമായിക്കോട്ടെ, ഒരു നടൻ്റെ പേര് പുറത്ത് പറയാനായിട്ട് മാധ്യമങ്ങൾക്കോ നമ്മുടെ കോടതിക്കോ നമ്മുടെ പോലീസുകാർക്കോ നമ്മുടെ സർക്കാരിനെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ ഹോൾഡും അവരുടെയൊക്കെ പണവുമാണ് അല്ലേ? ആ ഒരു പണത്തിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല, പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കാര്യവും തേഞ്ഞു മാഞ്ഞങ്ങ് പോയി. പല ന്യൂസ് വന്നപ്പോൾ മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോയി. പക്ഷേ ഈ വേടനെതിരെ നടക്കുന്നത് അതെങ്ങനെയുള്ളൊരു കാര്യമാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും ആ റിപ്പോർട്ടുകളൊക്കെ കാറ്റിൽ പറന്നതുപോലെ എവിടെയോ പോയിട്ടുണ്ട്. പക്ഷേ വേടൻ്റെ വിഷയം മാത്രം അങ്ങനെ പോവില്ല. വേടനെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുള്ള ഈ BJPയുടെയോ RSSൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ കോൺഗ്രസിൻ്റെ, ഞാൻ ആരെയും ഒരാളെ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ആരാണ് ഈ തോന്നിയ ദിവസം കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് അവസാനം കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്, വേടനെ കൊടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൊരു കച്ചിത്തുരുമ്പാണ്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അവർ നടക്കുന്നുമുണ്ട്. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. വേടൻ എന്തായാലും ഒളിവിൽ പോയി എന്നാണ് അറിയുന്നത്. വേടന് ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ വേടൻ പുറത്ത് വരും. ജാമ്യം കിട്ടില്ലെങ്കിൽ വേടനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വേടനെ ഏതൊക്കെ രീതിയിൽ കൊടുക്കാമോ അതിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിലേക്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ ഇരകൾ കൂടുതലാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം വേടൻ്റെ വീഡിയോയ്ക്ക് മുൻപ് തന്നെ, അല്ലെങ്കിൽ വേടനെ പറ്റി പറയുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നതാണ്. ഒരു യൂട്യൂബറാണ് അദ്ദേഹം, വിഷ്ണു എന്നാണ് പേര്. ആ ഒരു വീഡിയോ ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. അത് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് വേടനെ പറ്റി അല്ലെങ്കിൽ ആ യുവ ഡോക്ടറിന് എന്താണ് പറയാനുള്ളതെന്നൂടെ കേട്ട് നോക്കാം. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടിയുടെ വ്യാജമൊഴി. 75-കാരനായ സ്കൂൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പോക്സോ കേസിൽ പ്രതിയായി. 285 ദിവസം ജയിലിൽ, ഒടുവിൽ കുറ്റവിമുക്തൻ. അതായത് അദ്ദേഹത്തിന് ഇപ്പം നല്ല പ്രായമുണ്ട്. അദ്ദേഹം സ്കൂളിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതിനെ ഗർഭിണിയാക്കി എന്നുള്ളൊരു കേസിൽ അദ്ദേഹത്തിനെ പിടിച്ചകത്തിട്ടു. അതിനുശേഷം പെൺകുട്ടി ഇത് സത്യം തുറന്നു പറയുന്നത്, അല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത്, ആ പെൺകുട്ടി ഇദ്ദേഹം 285 ദിവസങ്ങൾക്ക് മുകളിൽ ജയിലിൽ കിടന്നതിന് ശേഷമാണ്. അതുവരെയും ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും. ആ സമയത്ത് ഇദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വേദനകൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അല്ലേ? അപ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദനകളിൽ കൂടി അദ്ദേഹം കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പം ന്യൂസ് പുറത്തു വിട്ടു. അത് പുറത്തു വിട്ടിരിക്കുന്ന ഏഷ്യാൻ ന്യൂസാണ്. അതേപോലെ തന്നെ ഒരുപാട് ന്യൂസ് ചാനൽ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നിട്ടും പറയുന്നത്, എനിക്ക് ആ പെൺകുട്ടിയോട് ഒരു ദേഷ്യവുമില്ല, ആ പെൺകുട്ടി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, എനിക്ക് ആ സമയത്ത് ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ, ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു വഴിയാണ്, അല്ലെങ്കിൽ ഒരു പരിപാടിയാണ്. അതിൽ സ്വന്തം ജീവിതം പോയിട്ടും ഒരു കുഴപ്പമില്ല, ആ പെൺകുട്ടി നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടൻ്റെ മനസ്സുണ്ടല്ലോ. ഞാൻ ആദ്യം ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. നവംബർ 8-ാം തീയതി പോലീസ് വന്ന് തന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവമാണ്, ഞാനൊരു പോലീസ് അത് തന്നെയല്ല, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അത് കാരണം എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും, പിന്നെ കുറ്റപത്രം വായിക്കാണ് ഇവിടെ കൊണ്ടുവന്ന. അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോഴേക്കും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ആരോടും പരാതിയില്ല. പോലീസുകാരെ കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായി കുറ്റം കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു പോയി. ആ ജീവിതത്തിൽ അതൊന്നും നടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല ഒന്നും. പിന്നെ എന്നെ അറിയാവുന്നവർ ഇപ്പോഴും എൻ്റെ അവിടെ സൈനിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളൊക്കെ എന്നോടൊപ്പം. ജീവിതം പച്ചപിടിപ്പിക്കാൻ തയ്യൽ പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ്. 10 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു. അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം. ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ. ആരും ഇന്ന് ഒരു ഉറുമ്പിനെ പണി ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല, എന്നെയും ചതിച്ചിട്ടില്ല. ഇത് ചതിയെന്ന് പറയാനും പറ്റില്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നതുകൊണ്ട് അവൾ അങ്ങനെ എന്റെ പേര് പറഞ്ഞതാണ്, അല്ലാതെ അവൾ മനഃപൂർവ്വം പറയുന്നതല്ല. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും. ജോസഫിന് 2 വർഷം മുൻപാണ് കേസിൽ ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം. നീതി കിട്ടി എനിക്ക്, അതല്ലേ ഇത്രയും, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത്. കണ്ടില്ലേ,
ഇത് ഞാൻ എന്തിനാ പ്ലേ ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥ. അന്ന് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം വിചാരണകൾ ആരംഭിക്കുന്നത് 285 ദിവസങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞത് അത്രയും നാളുകൾക്ക് ശേഷം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇരുട്ട് മുറിയിൽ വാനിൻ്റെ സൗണ്ടും അല്ലെങ്കിൽ ലൈറ്റ് പോലും ഇല്ലാതെയാണ് അദ്ദേഹം കിടന്നിരുന്നതെന്ന്. അതിനുശേഷം അദ്ദേഹം പുറം ലോകം കാണുന്നത് ഈ വിചാരണ സമയത്താണെന്ന്. ആ പെൺകുട്ടി പിന്നീട് പറയുകയുണ്ടായി, ഈ സെക്യൂരിറ്റി ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ അറിയിക്കുമെന്നുള്ളൊരു പേടി കൊണ്ട് അദ്ദേഹത്തിനെ കുടുക്കിയതാണെന്ന്. ആ സമയം വരെയും ആ ഒരു പെൺകുട്ടി കാണിച്ച തന്തയില്ലായ്മ കാരണം, ആ പെൺകുട്ടിയുടെ ഈ എന്താ പറയുക മനോഗതി കാരണം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയും ആ പയ്യനും കൂടി കാണിക്കുന്ന പരിപാടികൾ കാരണം ഒരു പാവം പിടിച്ചവൻ്റെ കുടുംബം അനാഥമാക്കുകയും അല്ലെങ്കിൽ ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ശിഥിലമാക്കുകയും ചെയ്തിട്ട് പോലും അദ്ദേഹം അവസാന നിമിഷവും പറയുകയാണ്, എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല, പോലീസുകാരോടുമില്ല, പെൺകുട്ടിയോടുമില്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നാണ്, എനിക്ക് അനുഭവിക്കേണ്ടല്ല, ഞാൻ അനുഭവിച്ചു. 285 ദിവസം അദ്ദേഹം അകത്ത് കിടക്കുമ്പോഴും താൻ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ആ കാര്യങ്ങളെപ്പറ്റി ആ രീതിയിൽ പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്തിനാ പ്ലേ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥകളുടെ വാല്യൂ അല്ലെങ്കിൽ നിയമ സംവിധാന വ്യവസ്ഥകൾ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വേടൻ്റെ വിഷയങ്ങളിൽ വേടനെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു വശം മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വേടന് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇതിലും 2 വശങ്ങളുണ്ടാവും. അതിലൊരു വശം മാത്രമാണ് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതാരുടെ വശമാണ്? പെൺകുട്ടിയുടെ. ഈ പെൺകുട്ടിയുടെ വശം കേൾക്കുമ്പോഴും ആ പെൺകുട്ടി 2-3 വർഷം വേടനൊപ്പം ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ വേടനോടൊപ്പം എല്ലാ പരിപാടികളും തന്തയില്ലായ്മയും ചെയ്തതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് പുണ്യാളത്തി കളിക്കാൻ നോക്കുമ്പോൾ അതിനെ ഏത് പേര് വിളിച്ചിട്ട് അതിനെ അഭിനന്ദിക്കണം അല്ലെങ്കിൽ ഏത് പേര് വിളിച്ച് അഭിസംബോധന ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 3-4 വർഷം എടുത്തു അത്ര ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവാനായിട്ട്, തന്നെ പീഡിപ്പിക്കുമായിരുന്നു മനസ്സിലാവാനായിട്ട്. അത് വിവാഹ വാഗ്ദാനം കൊടുത്തു എന്നുള്ള പേര് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുമ്പോൾ ഏതൊരു പയ്യൻ്റെ ഒപ്പവും ഇറങ്ങിപ്പോവാൻ നിൽക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ കുടുംബത്തിൽ പിറന്നവരാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ല. ഞാൻ അവഹേളിക്കുകയല്ല, ഞാനൊരു കാര്യം പറയുന്നതാണ്. ഇതാണോ ശരി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെയല്ലേ ശരി? അതായത് ഒരു കുടുംബത്തിൽ പിറന്നൊരു പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കാമെന്ന് ഒരാൾ പറയുമ്പോൾ ഒന്നും നോക്കാതെ എടുത്തിയാടി പോവുക, സ്വന്തം മാനം കളഞ്ഞിട്ട് പോയില്ല. അങ്ങനെ ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഇപ്പം ഞാനാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഇപ്പം ഞാനൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ. അപ്പോൾ അത് പിന്നീട് വന്നിട്ട് ഒരാളെ പഴിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ആ പഴിക്കുന്നത് എന്തിനാണ്? മറ്റാർക്കോ വേണ്ടിയിട്ടാണ് പഴിക്കുന്നത്, അല്ലേ? ഇത് ആരും അറിയാതെ എവിടെയെങ്കിലും ഒതുങ്ങി തീരേണ്ട ഒരു വിഷയം. എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാം തണുത്തതിന് ശേഷം, വേടനെല്ലാം ഒതുങ്ങിയെന്ന് മനസ്സിലായതിനു ശേഷം അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചേതോ വികാരം എത്രത്തോളം ഉണ്ടെന്നും ചേതോ വികാരം എന്താണെന്നുള്ളതും നമ്മൾ കേരളത്തിലെ ചോറ് തിന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യനും അറിയാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ ഈ വാർത്ത എന്തായാലും ഒന്ന് പ്ലേ ചെയ്യും. യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന ആ ഡോക്ടറിൻ്റെ ആ ഒരു പരാതികൾ അല്ലെങ്കിൽ വേടനെതിരെ കൂടുതൽ യുവതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ, അതിൽ വന്നിരിക്കുന്നൊരു വീഡിയോ ആണ്. വേടൻ്റെ ഇരകൾ പുറത്തേക്ക് യുവ ഡോക്ടർക്ക് പുറമെ മറ്റു യുവതികളും സ്ത്രീകൾ സെക്ഷൽ ടൂൾ മാത്രം റിസർച്ചിനായി കണ്ടപ്പോൾ കടന്നു പിടിച്ച് ചുംബിച്ചു, ഓടി രക്ഷപ്പെട്ടു. അയ്യോ, വല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്ത ആദ്യം പ്ലേ ചെയ്യാം, അതിനുശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. പിന്നെ മീറ്റുമായിട്ട് നമ്മൾ കുറച്ച് സർവൈവേഴ്സ് സംസാരിച്ചായിരുന്നു, ഇതിനെപ്പറ്റി അനുഭവങ്ങൾ ഷെയർ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രിവിലേജ് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഞാൻ സർവൈവേഴ്സിനെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഹിരൺബാസ് മുരളി വേടൻ ഇതുകൊണ്ട് മീറ്റ് വന്നതിന് ശേഷം അവസാനിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പുതിയ സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഈവൻ കേസിലാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ നിന്ന് വന്ന റിയാക്ഷൻസും അങ്ങനെയായിരുന്നു. അതായത് മാപ്പ് പറഞ്ഞ് അവസാനിച്ചു എന്ന് കരുതി. അതിന് ശേഷം വേടനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ വേടൻ പറയുന്നുണ്ടായിരുന്നു, അത് വേടൻ എന്നുള്ളത് വേടൻ്റെ പേര് വേട്ടയാടുന്നവ മാത്രമല്ല വേട്ടയാടപ്പെടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഹീസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ, സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഈ ഒരു ഫെയിമിൻ്റെ പുറകിൽ, ഐഡന്റിറ്റിൻ്റെ പുറകിൽ ആള് സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലാസ്റ്റ് റീസെൻ്റ് സർവൈവറിനോട് സംസാരിച്ചുകൊണ്ടാണ്. നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് വേടനായിട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുന്നോട്ട് സംസാരിക്കാൻ തീരുമാനിച്ചത്. എങ്ങനെയാണ് തുടങ്ങിയത്? നേരത്തെ പറഞ്ഞ അക്കാഡമിക് പർപ്പസിലാണ്. എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു? ഇൻസ്റ്റാഗ്രാം വഴി ആയിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത്. ഈ വോയിസ് ഓഫ് ആളുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്താണ് ഞാൻ എൻട്രൻസ് എഴുതി നിൽക്കുന്ന സമയം, പ്രപ്പോസൽസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് വേടന് മാത്രമല്ല ഇതേപോലെ മറ്റ് ദളിത് റാപ്പേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തായിരുന്നു. പിന്നെ മലയാളി എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ ഉള്ളതുകൊണ്ടും പിന്നെ തുറന്ന് സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നല്ലോ മലയാളത്തിൽ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഈ വേടന് മെസ്സേജ് അയക്കുന്നത്.
അങ്ങനെ ആ മെസ്സേജ് അയക്കുന്ന തുടക്കത്തിൽ പോലും ഞാൻ ഫോമൽ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ആളുടെ പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്താണ് മെസ്സേജ് അയച്ചതും ആളുടെ അടുത്ത് പറയുന്നുണ്ടായി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കണം. കാരണം ആളുടെ അടുത്തുള്ള ഒരു റെസ്പെക്റ്റും ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ആളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ റിലേഷൻ പരിധി കടന്ന് പോകാതിരിക്കാൻ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സൂചന അയാളെക്കുറിച്ച് അതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഏതൊരു വ്യക്തിനിട്ടാലും സംസാരിക്കുമ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ആളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആൾക്കൊരു എൻ്റെ ഭാഗത്തു നിന്നൊന്നും വരരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ഫോൺലി ആയിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളുടെ അപ്രോച്ച് വാസ് ലൈക്ക് ഹി വാസ് വെരി ഫ്രണ്ട്ലി. ഈവൻ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെയൊന്നുമില്ല. ആൾ ഡയറക്റ്റായിട്ട് എനിക്ക് നമ്പർ തന്നിട്ട് ഇതിൽ കോൺടാക്ട് ചെയ്യുക, അതാണ് ഏറ്റവും ഈസി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ആളങ്ങനെ നമ്മൾ ഫോർമലി സംസാരിക്കുകയാണെങ്കിലും ആളങ്ങനെ ഫോർമലി ഒന്നുമല്ല സംസാരിച്ചത്. വളരെ കമ്പനി ആയിട്ടായിരുന്നു. ആസ് ഇഫ് വി നോ ദം, ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായത്. വിച്ച് ആക്ച്വലി മെയ്ഡ് ഈസി ടു ടോക്ക് ടു ഹിം. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു ദിസ് വുഡ് കം ടു ആൻ എൻഡ് ലൈക്ക് ദിസ് എന്നുള്ള സാധനം. എവിടേക്കാണ് പോയത്? ബന്ധം എവിടെ നിന്നു? ഇപ്പോൾ അത്ര ഒരു തിക്താനുഭവമായിട്ട് ജീവിതത്തിൽ വലിയ തിക്താനുഭവമായിട്ട് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെങ്കിൽ പോലും ഇന്നും അത് സംസാരിക്കുമ്പം പേടിയും വരെയും ആൻസൈറ്റിയും ഒക്കെ കൊണ്ട് ഞാനിപ്പം സംസാരിക്കണമെങ്കിൽ അതിന് അത്രമാത്രം എഫക്റ്റ് ഉണ്ടായി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് പോലും എൻ്റെ മുഖം മറച്ച് ഞാൻ പേടിച്ച് എൻ്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാർട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ടത്. ഇത് നേരെ മറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത്. അല്ലേ, ഇതിൽ ഇന്റർവ്യൂ മുഴുവനായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, തെറ്റില്ലെന്ന് പറയാൻ സാധിക്കില്ല. എന്ത് തെറ്റാണ്? രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യം, അത് തെറ്റാണെന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. അല്ലേ? തെറ്റുണ്ടെന്ന് പറയുന്നത് ആ പെൺകുട്ടി മാത്രമാണ്. ആ വേടനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും വേടനെ മനസ്സിലാക്കി കൂടെ നിന്നതിന് ശേഷം വേടൻ അവസാനമായപ്പോൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത്രേ ഈ യുവതി വേടനെ ഉപേക്ഷിച്ചത്. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു ശ്രദ്ധേയമായൊരു കമൻറ്റാണ്. അതായത് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ വേടൻ എന്ന് പറയുന്നത് ഒരു ദളിത് യുവാവാണല്ലേ. ഈ ഡോക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പഠിച്ച് നല്ല വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അത് വേടനെ അവഹേളിക്കുകയല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർ തൻ്റെ പ്രൊഫഷനിൽ നിന്നല്ലാതെ അതിന് പുറത്തേക്ക് ഒരാളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് വരി കാര്യങ്ങൾ. അത് പഴയ വീഡിയോ നോക്കി അറിയാൻ പറ്റും. അതായത് എന്തുള്ളപ്പോഴാണ് അത് സ്നേഹമെന്നും പിന്നീട് എന്ത് കഴിയുമ്പോഴാണ് അത് ഈ പറയുന്ന പീഡനമായിട്ട് മാറുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളായിരുന്നു കൂടുതലും. പിന്നെ 2-3 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് പരാതിപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് അത് കൂടുതൽ ആളുകൾ ഇതിൽ ഈ വേടൻ്റെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, ഇനി ഇത് കണ്ടിന്യൂ ചെയ്തുകൂടാ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് പരാതിയായിട്ട് മുന്നിലേക്ക് വന്നതെന്ന്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം വേടനൊപ്പം നിന്നിട്ട് ഇന്നിപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കുത്തിപ്പൊക്കണമെന്ന് ഏതോ ഒരു വ്യക്തി ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ രംഗത്തേക്ക് യുവതി വന്നിരിക്കുന്നത്. എന്തായാലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിന് എത്രത്തോളം ഹോൾഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കേസിന് എത്രത്തോളം വാല്യൂ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡോക്ടർ ഈ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം വേടന കൊടുക്കുന്ന പ്രിവിലേജ് എന്താണെന്നുള്ളത്, ആ പ്രിവിലേജ് അയാൾ ഉണ്ടാക്കിയെടുത്തതാണ്. എങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുത്തത്? നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്താണ്, ജനങ്ങൾക്ക് വേണ്ടി നിന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്താണ്, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. ആ ഒരു പ്രിവിലേജ് തകർക്കാൻ അത് ഡോക്ടറല്ല, ഇനി ഏത് പെൺകുട്ടികൾ വന്നാലും RSSO BJP ആരെയൊക്കെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാലും അതൊരിക്കലും തകരാൻ പോകുന്നില്ല. കാരണം ആ വേടൻ പലരുടെയും ശബ്ദമാണ്, പലർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നേ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു, ഇന്നല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വേടനെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. 2-3 വർഷത്തിന് ശേഷമാണ് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നത്. അതുവരെ അവർക്കതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അതുവരെ അവർ എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലേ? റിലേഷൻഷിപ്പ്, ഞാനത് സെക്സ് എൻജോയ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കിതിൽ മനസ്സിലാകുന്നത്. സാധാരണ എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം മനസ്സിലായതിനു ശേഷം പിന്നീട് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് മനസ്സിലായപ്പോഴാണ് വേടനെതിരെ സംസാരിക്കാനും വേടനെതിരെ പരാതി കൊടുക്കാനായിട്ടും രംഗത്തേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ഒരെണ്ണം പ്ലേ ചെയ്തു. ആലപ്പുഴയിലുള്ള ചേട്ടന് സംഭവിച്ചിരിക്കുന്ന ഒരു വിധി, അതേ സംഭവം തന്നെയായിരിക്കും വേടന് സംഭവിക്കാൻ പോകുന്നത്. വേടനിപ്പം കൊച്ചിയിലേക്ക് അടുത്ത മാസം പരിപാടികളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, ഈ മാസം എന്തോ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും വേടൻ മാറ്റി വെച്ചിട്ട് വേടൻ ഈ മാസമൊക്കെ പരിപാടികളുണ്ട്. കറക്റ്റ് വേടനെ പരിപാടികൾ നടക്കുമ്പോൾ വേടനെ കുടുക്കി, പിന്നീട് വേടൻ ഗ്യാപ്പ് എടുത്ത് 2 മാസത്തിന് ശേഷം പുതിയതായിട്ട് പരിപാടിക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും വേടനെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതുകൊണ്ടൊക്കെ വേടനെ കൊടുക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ മാപ്രകളും അതേപോലെ തന്നെ വേടനെ പ്രതിയാക്കാൻ കാത്തിരിക്കുന്ന തക്കം പാർത്തിരിക്കുന്ന ആളുകളും വിചാരിക്കുന്നത്?
ഒരു കോപ്പും എങ്ങും സംഭവിക്കാൻ പോകുന്നില്ല. മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നല്ലേ മരം പെയ്യുമ്പോഴെന്നാണ് നമ്മൾ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ വേടൻ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരികെ വരും. ഇത് രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി നടന്നൊരു വിഷയമാണെന്നുള്ളത് വേടൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടല്ലോ. റൂമിൽ വന്നിട്ട് ഉമ്മ വന്നു, അപ്പോൾ കുഴപ്പമില്ല. വേടനെ 3 ദിവസം താമസിപ്പിച്ചു, അപ്പോഴും കുഴപ്പമില്ല. 2 വർഷത്തോളം റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു, അപ്പോഴും ഒരു പ്രശ്നമില്ല. പിന്നീട് വേടൻ എപ്പോഴാണോ പരിപാടികളായിട്ട് മുന്നിലേക്ക് പോയത്, അല്ലെ വേടന് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ കുരു പൊട്ടിയത്, അത് വേറൊരു തരത്തിലുള്ളൊരു പ്രശ്നമാണ്. അത് പൊസസീവ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ പക്ഷേ ഈ പറയുന്ന പീഡനം, ബലാത്സംഗം എന്നൊക്കെ ഒരു പേരൂടെ കൊടുത്തു കഴിഞ്ഞാലല്ലേ ഇത്തിരി അങ്ങോട്ട് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ സിനിമാ രംഗത്ത്, മാധ്യമ രംഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മീറ്റു ആരോപണ കേസ്, അതേപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതുകൂടി സൈബർ പോരാളികളൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളൊന്ന് സംവാദിക്കുക. കാരണം ആ കാര്യങ്ങളൊക്കെ എവിടെയോ എത്തി നിൽക്കുകയാണ്. അതൊന്നും ഇതുവരെ ഒരു ചെറുതായിട്ട് പോലും ഒന്നും അനങ്ങിയിട്ടില്ല, ഒരു കാറ്റ് പോലും അതിൽ വീശിയിട്ടില്ല. അതുകൊണ്ട് അതെവിടെ നിൽക്കുന്നു, അതിലെന്താണ്, ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളതൊന്ന് പറയുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്തിട്ട് നനയാത്തൊരു കാര്യം ഇനി മരം പെയ്യുമ്പോൾ നനയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും വേടൻ തിരിച്ചു വരട്ടെ. ആ വേടൻ കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സപ്പോർട്ട് ഞങ്ങൾ എല്ലാവരും കൊടുക്കും. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, വേടൻ ഇയാൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ, വേടൻ ഇയാളുടെ സഹോദരനാണോ, വേടൻ ഇയാളുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേടൻ ഞങ്ങൾക്ക് തരുന്നത് വേടൻ പാട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഈ പറയുന്ന തന്തയില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ സഹോദരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. 2, ഈ പറയുന്ന അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമായതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, അതേപോലെ തന്നെ മനുഷ്യത്വമുണ്ട്, അതേപോലെ തന്നെ നിലപാടുമുണ്ട്. ഈ കാര്യങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനങ്ങളും അത് തന്നെയാണ് പറയുന്നതും. കേരളത്തിലെ ഓരോ ജനങ്ങളും സ്നേഹിക്കുന്നതും അതിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരെ കാത്തിരിക്കാം.